പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. മുഴുവൻ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഈ വേദിയിലേക്ക് വരേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും നിറവ് 2025 ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഏറെ കുറച്ചിലൊക്കെ അറിയാം എന്തിനാണ് നമ്മൾ നിറവേറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതറിയാത്ത കുറച്ച് പേരുണ്ട്. ഇന്ന് അവരുടെ ദിവസമാണ്, അവർക്കായി ഉള്ള ദിവസമാണ്. അവരുടെ ഓർമ്മകളിൽ എന്നും ലൈഫിൽ മുന്നോട്ട് അവരെന്നും സന്തോഷിക്കുന്നതും എന്നും ഓർത്തു വെക്കുന്നതുമായിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ദശാബ്ദങ്ങളുടെ തലമുറകൾക്ക് ഇളം തലമുറയുടെ സ്നേഹാദരവ്, അനുഭവ സമ്പന്നതയുടെ പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഞങ്ങൾക്ക് നേർവഴി തെളിയിച്ചവർക്കായി തലമുറകളുടെ ഒത്തുചേരൽ, ഷഷ്ടിപൂർത്തിയുടെയും നവതിയുടെയും സപ്തതിയുടെയും നിറവിൽ നിൽക്കുന്ന ഞങ്ങളുടെ സ്നേഹഭാചനങ്ങൾക്കായി ഒരു ദിവസം. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ദിവസം എന്നും നമ്മുടെ ലൈഫിലെ മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആയിരിക്കും. നമ്മുടെ എന്നല്ല, ഇത് കാണുന്ന ഓരോരുത്തർക്കും ഇത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും, ഭയങ്കര ഒരു മോട്ടീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മാസ്റ്റർ ഹെഡ് അമ്പയർലച്ചി, മനുഷ്യാച്ചൻ, അയലച്ചിറ്റ, സൗരമാമൻ, ഇവരാണ് ഇതിന്റെ തോട്ട് നമ്മളിലേക്ക് പാസ് ചെയ്തത്. അവരുടെ ഒരു ഹാൻഡ്സ് ഓഫ്. ബിക്കോസ് അവര് ഈ ഒരു തോട്ട് നമ്മളിലേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ അതോടൊപ്പം തന്നെ അവരിങ്ങനെ ഒരു തോട്ട് നമ്മളിലേക്ക് പാസ് ചെയ്തപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഈ ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തു, മുമ്പിലോട്ട് വന്നു, ഇത് കോർഡിനേറ്റ് ചെയ്തു. അതിന് ബിഗ് ഹാൻഡ്സ് ഓഫ്. നമ്മളെല്ലാവരും പോസിറ്റീവായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തതും ഇന്ന് ഇവിടെ ഈ ഒരു ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് നമ്മുടെ മുതിർന്നവരുടെ, നമ്മുടെ സ്നേഹനിധികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. സോ അതിന് ഞാനൊരു ബിഗ് ഹാൻഡ്സ് ഓഫ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, എന്നെപ്പോലെ ഈ പുതുതലമുറയിലെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടാണ് ഇങ്ങനൊരു ആശയം. നമുക്ക് എന്നും ഓർത്തു വെക്കാനും നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയാവുന്ന, കൊച്ചുമക്കൾക്ക് പോലും ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമായിട്ട് അവരെന്നും ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം, നമ്മുടെ ഇങ്ങോട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി മാളവികയെ ക്ഷണിക്കുന്നു. സ്നേഹഗീതമേകിയും കരഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം എന്നു വാഴ്ത്തിടാം. പ്ലീസ്, നമ്മുടെ സ്നേഹനിധികളായ മുത്തശ്ശിമാരും മുത്തശ്ശികളുമാണ്. സോ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേമായി മുത്തശ്ശി. അടുത്തായി ഗംഗാധരൻ അപ്പാപ്പൻ, വാമദേവ് അപ്പാപ്പൻ, ബീനപ്പച്ചി, സുധർമ്മയച്ചാമ്മ, താരച്ചാമ്മ, രാധാമണി അപ്പച്ചി, സരസ്വതി അച്ചാമ്മ, മിനി അച്ചാമ്മ,
വംശവൃക്ഷത്തണൽ മരക്കീഴിൽ നിൽക്കുന്നിതാ ഇളനാമ്പുകൾ ഞങ്ങൾ. വംശവൃക്ഷത്തണൽ മരക്കീഴിൽ നിൽക്കുന്നിതാ ഇളനാമ്പുകൾ ഞങ്ങൾ. ഈ മഹാവൃക്ഷക്കുടയുടെ കീഴിൽ ഒരുമയുടെ നേർവഴി വരച്ചിട്ട് സുഹൃതികളുടെ പെരുമയിൽ കുരുന്നുകൾ ഒരുക്കും ഒരു സ്നേഹസംഗമം. കുരുന്നുകൾ ഒരുക്കും ഒരു സ്നേഹസംഗമം. കുരുന്നുകൾ ഒരുക്കും ഒരു സ്നേഹസംഗമം. ഷഷ്ടിപൂർത്തിയും സപ്തതിയും പിന്നെ നവതിയുടെയും നിറവിലായോർ. ഷഷ്ടിപൂർത്തിയും സപ്തതിയും പിന്നെ നവതിയുടെയും നിറവിലായോർ അന്ന് ഞങ്ങൾക്കായി വിളമ്പി നേരറിവുകൾ കാട്ടിയ പ്രിയപ്പെട്ടവർക്കായി. കുരുന്നുകൾ ഞങ്ങൾ ഹൃദയരക്തത്തിൽ ചാലിച്ച നിറവെന്ന പേരിൽ. കുരുന്നുകൾ ഞങ്ങൾ ഹൃദയരക്തത്തിൽ ചാലിച്ച നിറവെന്ന പേരിൽ ഇന്നൊരുക്കുന്നു ഒരു സ്നേഹസമ്മാനം. എന്നും നെഞ്ചോടു ചേർക്കാൻ നിറവായൊരു ദിനം. എന്നും നെഞ്ചോടു ചേർക്കാൻ നിറവായൊരു ദിനം. സ്നേഹ സമ്മാനത്തിൻ നിറം. എന്നും നെഞ്ചോടു ചേർക്കാൻ നിറവായൊരു ദിനം. സ്നേഹസമ്മാനത്തിൻ ദിനം. സ്നേഹസമ്മാനത്തിൻ ദിനം. സ്നേഹ സമ്മാനത്തിൻ ദിനം. മഞ്ഞക്കാരലാണ് മക്കള്, റെഡ് ഉടുപ്പിട്ടതാണ് മരുമക്കള്, ബ്ലാക്ക് ഡ്രസ് ഇട്ടതാണ് കൊച്ചുമക്കള്. അംഗമായിട്ടുള്ള ശ്രീ ഗംഗാധരനെ സുബ്രഹ്മണ്യ ദേവസ്വം ഭാരവാഹികൾ ആദരിക്കുന്നു. സെറമണിക്കൊപ്പം ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ
എല്ലാരും ഇവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. ഒരു ഗിഫ്റ്റുണ്ടേ. എന്ത് സാധനം അത്? ബൈ. ഇവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. എല്ലാവരുടെയും പ്രതീക്ഷ നമ്മൾ കാത്തിരിക്കുമായിരുന്നല്ല ഇതിന് അവസരത്തിന് വേണ്ടി. അത് സന്തോഷമായി. എല്ലാവർക്കും നമസ്കാരം. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റിന്, അതുപോലെ തന്നെ ഈ ആദരിക്കലും. എന്നിട്ട് എന്നോട് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു, എന്തുവാ ഈ സമയത്ത് ഒരു സർപ്രൈസ് വെച്ചിരിക്കുന്നത്, എന്താണ് കാര്യം, എന്തോ ആദരിക്കാനാണോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. ഈ അപ്പച്ചി വിളിച്ചല്ലോ എന്ന് എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ എനിക്കൊരു സർപ്രൈസ് ഇങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും ശരി തന്നെ ഇത്രയും വലിയ ഒരു ഗിഫ്റ്റാണ് തരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനായി ഒരു കൂട്ടിയ നിങ്ങളെ എല്ലാവർക്കും, എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാം നടത്തിയവർക്ക് സന്തോഷം പറയുകയാണ്. തന്നെ എനിക്കും പറയാനുണ്ട്. നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞ കുർബാനകളെ, സഹാപ്പുറത്തവര്, എന്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ കുടുംബത്തിന്റെ അഭിമാനമാണ് എൻ്റെ മനു. അവൻ ഈ കുടുംബത്തിലെ ഒരു വ്യക്തികളെ പോലും ഒന്നിനും മാറ്റി നിർത്താതെ എല്ലാ കാര്യത്തിലും അവൻ പങ്കെടുപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ വേണ്ടതുപോലെ ചെയ്യുകയും ചെയ്യും. അവന്റെ ജീവിതത്തിൽ അവൻ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോനും അഭിനന്ദനവും. ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയെങ്കിൽ പോലും ഈ ആശയം പ്ലാൻ ചെയ്തതും അയനയും അമ്പിളിയും പിന്നെ സൗദിയും മനുവും ചേർന്നാണ്. ആ ആശയം ഭംഗിയാക്കാൻ വേണ്ടി ഞങ്ങൾ കൂട്ടുചേർന്ന് നിന്നേ ഉള്ളൂ. എനിക്കൊരു ചിന്തയുള്ളത്, ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ചിന്ത പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുന്നത്, ഇത് ഫിനിക്സ് നേരത്തെ ആങ്കർ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ ഭവനങ്ങളിലും എല്ലാ കുടുംബങ്ങളിലേക്കും ഈ കൂട്ടായ്മ വളർത്തിക്കൊണ്ടു പോകണം. ഇവിടെ അയ്യത്ത് ഫാമിലി എന്ന് പറഞ്ഞ ഈ കുടുംബം മാത്രമല്ല, എല്ലാ കുടുംബാംഗങ്ങളും എല്ലാ കുടുംബത്തിലേക്കും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും ആ സ്നേഹം നിലനിർത്തുവാൻ, കൂട്ടായ്മ നിലനിർത്തുവാൻ, പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥ അന്നുണ്ടായിരുന്ന ആ വ്യവസ്ഥയ്ക്കൊരു വലിയ രസമുണ്ടായിരുന്നു. എൻ്റെ ഷർട്ട്, 7 മക്കളുള്ള വീട്ടിൽ എൻ്റെ ഷർട്ട്, മൂത്ത മകനായ എൻ്റെ ഷർട്ട് ബാക്കിയുള്ള താഴേക്കുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഇടുമായിരുന്നു. ഇന്ന് അങ്ങനെ സംഭവിക്കാറില്ല. 2 പേരുള്ള വീട്, 3 പേരുള്ള വീട്, ഒരാളുള്ള വീട്.
ഇന്ന് ഇങ്ങനെയല്ല. ഈ ഒരുമിച്ച് ഞാൻ നടന്നു പോയാൽ എന്നെ അടിക്കാൻ, എന്നെ ശാസിക്കാൻ എത്രയോ പേരുണ്ടായിരുന്നു. ഇന്ന് ആരാ ഉള്ളത്? ആരുമില്ല. അത് മാറണം. ഈ കൂട്ടായ്മയിലൂടെ അത് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. ഫിനിക്സിനും ഫിഡലിനും അതുപോലെ തത്തയ്ക്കും ലച്ചുവിനും ഒക്കെ ഇതൊക്കെ വരുന്ന തലമുറയ്ക്ക്, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഇതൊരു ആശയമാണ്. ഈ നാട്ടുകാർക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന, ലോകത്തിന് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ആശയമായിട്ടാണ് അയ്യത്ത് ഫാമിലിയിൽ നിന്ന് മനുവും അയനയും സൗജിയും ഒക്കെ ചേർന്നത്. അപ്പം നിങ്ങൾക്ക് അവർക്കൊരു പിക്സലോട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ചേർന്ന് ക്ലാപ്പ് കൊടുക്കാം. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി അമ്പിളി കൊച്ചാണ് നല്ല രീതിയിൽ മാനേജ് ചെയ്തത്. നമ്മളിതിന് വേണ്ടിയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൂ എൻ്റെ ഒരു രീതി. പിന്നെ ഇതിൽ വന്ന് സഹകരിച്ച എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതലായിട്ട് ഞാൻ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു വെരി മച്ച്. അടുത്തയായിട്ട് നമ്മുടെ കലാകായിക മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. അടുത്ത അമ്പാടി എണ്ണൻ 2 വാക്ക് സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചു. ദീർഘിപ്പിക്കുന്നില്ല, കാരണം എല്ലാവരും കലാപരിപാടികളൊക്കെ നടത്തുവാനും അത് ആസ്വദിക്കാനും വേണ്ടി ഇരിക്കുകയാണ്. നേരത്തെ ഈ പരിപാടിയുടെ കാര്യത്തെക്കുറിച്ചെല്ലാം എനിക്ക് മുന്നേ സംസാരിപ്പിച്ച മുത്തണ്ണനും മനോ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ആശയം വളരെ പെട്ടെന്നാണ്, ഒരു 2 ആഴ്ച പോലും ആയിട്ടില്ല ഇത്തരത്തിലൊരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഉള്ളൊരു ആലോചന വന്നതും അതിനുശേഷം എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു. മറ്റൊന്നിനകത്ത് പറയാനുള്ളത്, ഇതിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത ചിലരുണ്ട്. രതീഷ്, റിമി, പിന്നെ അങ്ങനെ പാലാഴി, പിന്നെ പാലയുടെ കുട്ടി, പാലയുടെ ഭാര്യ, ഇവരെല്ലാവരും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരും ഈ പരിപാടി അവരുടെ സ്ഥലത്തില്ലെങ്കിൽ പോലും അവർ ഈ പരിപാടി കാണുന്നുണ്ട്, അവർ നമ്മളോടൊപ്പം ഉണ്ട്. തുടർന്നും ഇതിപ്പോൾ 2025 ആദ്യമായിട്ട് ഒരു തുടക്കം എന്ന രീതിയിലാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ അയ്യത്ത് കുടുംബത്തിൻ്റെ ആ കൂട്ടായ്മ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് ഈ വർഷം ഏത് രീതിയിലാണോ എല്ലാവരുടെയും സഹായം ഉണ്ടായത്, സഹകരണം ഉണ്ടായത്, അതുപോലെ തന്നെ തുടർന്നും ഇപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നവരും ചിലപ്പോൾ അടുത്ത വർഷം ഇതിൽ കുറേ പേർക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ലായിരിക്കും. അടുത്ത വർഷം ഇത്തവണ പങ്കെടുക്കാൻ കഴിയാത്ത കുറേ പേർക്ക് അടുത്ത തവണ പങ്കെടുക്കാൻ കഴിയും. എന്നിരുന്നാൽ പോലും എല്ലാ വർഷവും നമ്മുടെ കുടുംബത്തിൻ്റെ ഈ ഐക്യം അത് മറ്റ് കുടുംബങ്ങൾ, നേരത്തെ മുത്തണ്ണ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് കുടുംബങ്ങളിലേക്ക് ഒരു മാതൃകയാവുന്ന രീതിയിലേക്കുള്ള നമ്മുടെ ഈ ഐക്യം ഇന്നത്തെ ഈ പരിപാടിയോടുകൂടി തന്നെ എല്ലാവരുടെയും ഇടയിലേക്ക് എത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സംസാരിക്കുന്നതിനായി രാജിയപ്പച്ചി ക്ഷണിക്കുന്നു. നമസ്കാരം. വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കിയതിൽ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും ഒരുപോലെ തന്നെ, മനസ്സുകൊണ്ട് എല്ലാവരും ഒരുപോലെ തന്നെ നിന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇവിടെ കൂടുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. എനിക്ക് തന്നെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരെയും, എല്ലാ മക്കളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയായിരുന്നു, ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെയാണ് നമുക്ക് എല്ലാവരുടെയും ബന്ധങ്ങളൊക്കെ പുതുക്കാൻ പറ്റുന്നതും ആരൊക്കെയാണ് കൊച്ചുമക്കളെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം, അതായത് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങനെ ഒരു ചടങ്ങ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്, ഒന്ന് ഒരുക്കിക്കൊണ്ട് വരാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് പിന്നിൽ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് വന്നു എന്നുള്ളതാണ്. അതിന് അമ്പിളിയുടെയും മനുവിൻ്റെയും ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഫാമിലി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുപോലെ തന്നെ ഒത്തുചേർന്നിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു വലിയ ചടങ്ങിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇനിയും എല്ലാ വർഷവും നമുക്ക് ഒത്തുചേരാനും സ്നേഹം പങ്കിടാനും ഒക്കെ കഴിയട്ടെ. സന്തോഷം. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി പ്രതാപൻ ചാച്ചനെ ക്ഷണിക്കുന്നു. വിളിക്കാത്തിൽ വിഷമമുണ്ട്. എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നമ്മുടെ അച്ഛനെയും അമ്മമാരെയും ഒക്കെ ആദരിക്കുവാൻ നമ്മുടെ ചെറുമക്കളെ എല്ലാവരെയും
ഒരുമിച്ച് കാണുവാനൊക്കെ ഈ അവസരത്തിൽ നമുക്ക് ഒത്തുചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നമുക്ക് എല്ലാ വർഷവും ഇത് തുടർന്നു പോകാൻ നമുക്ക് കഴിയണം. ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഈ ആദരവേറ്റ് വാങ്ങിയ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമ്മുടെ വിശിഷ്ട വ്യക്തികളായ നമ്മുടെ മാതാപിതാക്കൾ ഇവിടെ അവരെ അനുമോദിച്ചു. എനിക്ക് എന്തോ പറയേണ്ട വിധത്തിൽ ഞാൻ ഫസ്റ്റ്ലി ഈ പ്രോഗ്രാം നമ്മള് പപ്പായുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നവംബർ 11-നായിരുന്നു. അപ്പം നമ്മുടെ കരയോഗ കമ്മിറ്റിക്കാരുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പ്രോഗ്രാം പപ്പാടത്ത് ഒന്നും പറയുന്നില്ല, നമ്മൾ ഓർത്തിട്ട് ഞാനും മനൊന്നും അനങ്ങിയില്ല, ഞങ്ങൾ വിഷ് ചെയ്തില്ല സന്ധ്യ വരെ. ഞാനും അതിനെ ഒന്നും വിഷ് ചെയ്തില്ല. അപ്പൊ ഇവര് കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്തു. ഇവിടെ കേക്ക് കട്ട് ചെയ്തപ്പോൾ പപ്പായ്ക്ക് മനസ്സിലൊരു ഫീലിങ്സ്. ഞങ്ങൾ അപ്പൊ സന്ധ്യക്ക് വിളിച്ച് പപ്പ പറഞ്ഞ് എന്റെ കരയോഗക്കാർ വന്ന് എന്നെ അനുമോദിച്ച്, എന്നിട്ട് നിങ്ങൾ ആരും ചെയ്തില്ല. അപ്പൊ ഞങ്ങളൊരു വൻ പരിപാടിയായിട്ട് ഞങ്ങൾ ചെയ്യണം. പക്ഷെ അപ്പൊ ആരും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ നമ്മള് ജനുവരിയിലോ അല്ലെങ്കിൽ ഉത്സവത്തിന് വരുമ്പോഴോ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പൊ അവര് കേക്ക് മുറിച്ചോ അപ്പയ്ക്ക് മനസ്സിലൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇതിന് മുന്നേ തന്നെ അതിനായിട്ട് ഞങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞു. നമുക്കിത് നല്ലൊരു ഇതാക്കണം വെച്ചാൽ അമ്മാമ്മയുടെ 80ാമത്തെ വയസ്സ് കഴിഞ്ഞു. അപ്പൊ അമ്മാമ്മയുടെ 80 വയസ്സും പപ്പാടതും കൂടെ ആഘോഷിക്കണം. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലെ ആഘോഷമായിട്ട് ഒരു പ്രോഗ്രാമും ഞങ്ങൾ ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല, എന്തൊരു പ്രോഗ്രാം ആയാലും. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഏറ്റവും ഇളയ മക്കളാണ് ഇവിടുത്തെ ഫാമിലിയില്. അപ്പോ വീട്ടില് പപ്പയും അമ്മയും പഠിപ്പിച്ചു തന്നെന്ന് വെച്ചാല് നമ്മുടെ കുടുംബത്തിലെ എല്ലാരെയും ഒരുപോലെ, അതായത് ഞങ്ങൾ വേറെ അച്ഛന്മാരുടെ മക്കളൊന്നോ അപ്പച്ചിമാരുടെ മക്കളൊന്നോ അങ്ങനെ ഇല്ല, എല്ലാരും ഒരുപോലെ തന്നെയാണ് ഇത്രയും നാളായിട്ടും. എന്നെ കൊണ്ട് കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന എന്റെ അപ്പച്ചിയുടെ മോൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ആ ഫാമിലിയും കൂടെ നമ്മുടെ ഇതിലോട്ട് ആഡായി. ഇപ്പൊ പുതിയൊരു ഫാമിലി, അയനയുടെ ഫാമിലി വന്നു. അപ്പൊ ഇത്രയും ഫാമിലി ബിഗ് ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ വന്നപ്പോ നമുക്ക് എന്തൊരു ഫങ്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഇവരെല്ലാരും ചേർത്ത് നിർത്തി ചെയ്യാനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ പപ്പാടെയും അമ്മാമ്മയുടെയും മാത്രം ആഘോഷിക്കുമ്പോ ഞങ്ങളുടെ അതിൽ മൂത്ത അച്ഛന്മാര് മുരളീച്ചൻ മാത്രമേ ഞങ്ങൾ വിട്ടുപോയിട്ടുള്ളൂ. അപ്പൊ ബാക്കി എല്ലാ അച്ഛന്മാരുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരെയും കൂടെ അനുമോദിക്കണം എന്നുള്ളൊരു പ്രോഗ്രാം ആക്കി. അതിനു വേണ്ടിയിട്ട് ഫണ്ടിങ്ങിന്റെ ആവശ്യമുണ്ട്. അത് ദൈവം സഹായിച്ച് മനു അതിനുള്ള എല്ലാ ഫണ്ടിങ് പരിപാടി എല്ലാം അവൻ തന്നെ ചെയ്തു. അവൻ ഒന്നും നോക്കണ്ട, എനിക്ക് എല്ലാം ഫ്രീ ആയിട്ട് എനിക്ക് വിട്ടു തന്നിരിക്കുക, എന്ത് വേണേലും ചെയ്തോ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. വെറും 2 ആഴ്ച പയ്യന് പറഞ്ഞ പോലെ തന്നെ വെറും 2 ആഴ്ച കൊണ്ടാണ്. പക്ഷെ ഒരാൾ പോലും നോ പറഞ്ഞില്ലെന്നുള്ള. ഇവിടെ ആകെ 2 ഫാമിലി മാത്രമേ നമ്മുടെ കൂട്ടത്തിൽ എത്താൻ പറ്റായിരുന്നുള്ളൂ. പാലായനന്റെ മോക്ക് ഇന്നലെ പനിയായതിനാൽ അവരെത്തിയിട്ടില്ല. പിന്നെ റമിയക്ക് സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ അവർക്ക് എക്സാമിന്റെ കാര്യം ആയതുകൊണ്ട് അവരുടെ ഫാമിലി എത്തിയിട്ടില്ല. അതുകൊണ്ട് 2 ഫാമിലി മാത്രമേ നമുക്ക് വിട്ടു നിന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഇളയാള് സാംജി എത്തിയിട്ടില്ല, അവർ ഇറ്റലിയിലാണ്. അപ്പൊ ഇത്രയും പേര് മാത്രമുള്ളൂ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയത്. അപ്പോ ഇതെല്ലാവരും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. യഥാർത്ഥത്തിൽ ഞാനും സവിശേഷനും വരുന്നത് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ സർപ്രൈസ് ഒന്നും പറഞ്ഞ് വെച്ചിരിക്കുവായിരുന്നു. ഇവിടെ ആകെ അറിയാവുന്നത് പിങ്കിയയ്ക്കും മിനിയമ്മയ്ക്കും മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ വരുന്നെന്ന് അറിയാവുന്നത്. ബാക്കി ആർക്കും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഇവരെല്ലാരും ഇങ്ങനെ പറയുക സൗജി അമ്പിളി ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റത്തില്ല, നിങ്ങൾ എല്ലാവരും കൂടി ആഘോഷിച്ചോ എന്നും പറഞ്ഞിട്ട് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുവായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര ഗ്രൂപ്പിൽ ഭയങ്കര ബഹളവും. അപ്പൊ മനസ്സിലായി എല്ലാരും ഇതൊരു പ്രോഗ്രാം വമ്പൻ വിജയമാക്കാനായിട്ട് എല്ലാരും തകർത്ത്. അതിൽ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് നമ്മുടെ മരുമക്കൾ ടീംസിനോടാണ്. എന്ന് വെച്ചാൽ അവര് പ്രത്യേകം ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ സർപ്രൈസ് ആയിട്ട് ഞാൻ അത് ശരി ഞാൻ മരുന്നെടുത്ത് പറയട്ടാ നമ്മളവര് പൊട്ടിച്ച് എന്ന് പറഞ്ഞിട്ട് അവര് നല്ല ആക്റ്റീവായിരുന്നു. സാധാരണ അവരാണ് പുറകോട്ട് നിൽക്കേണ്ടത്. അപ്പൊ സവിചേട്ടനായാലും അതിനായാലും അവർക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാനും മനു അടുത്തുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കത്ത് കേൾക്കും, ഇങ്ങനെ വാട്സാപ്പിൽ കേൾക്കുമ്പോൾ ഓടിക്കും. അപ്പൊ എനിക്ക് അവർ ഭയങ്കര ഹാപ്പിയായി. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഇപ്പൊ കൊച്ചുമക്കള് എന്ന് പറയുമ്പോ ഇപ്പൊ ഞങ്ങളുടെ ഫാമിലിയില് കൊച്ചുമക്കളുടെ മക്കള് വരെ ആയിട്ടുണ്ട്. അതായത് രാധേക്കയുടെ മക്കള് അവർ 5 പേര് കൊച്ചുമക്കളുണ്ട്. അപ്പൊ അവര് വരെ ആയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരു മാതൃക. ഇവര് നാളെ ഫാമിലിയില് അവരുടെ ഭാവി ജീവിതത്തിൽ അവർക്ക് ഓർക്കാൻ പറ്റിയ ഈ ഒരു ഫംഗ്ഷൻ. അപ്പൊ അവരൊരിക്കലും ഇന്നത്തെ തലമുറയിൽ ആർക്കും ഇങ്ങനെ കൂട്ടായ്മയൊന്നും ഇല്ല. അപ്പൊ ആ കൂട്ടായ്മയിൽ അവരിനി അത് ഓർത്ത് അവരുടെ മാതാപിതാക്കളായ നമ്മളോട് പെരുമാറേണ്ട രീതിക്കാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്.
അല്ലാതെ നമ്മളിപ്പോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അങ്ങനെ ഒന്നുമല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ഒരു നേർവഴി കാണിച്ചു കൊടുക്കുക, അവർ നാളെ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വലിയൊരു സക്സസ് ആയി, അതെല്ലാവർക്കും നല്ല സന്തോഷമായി എന്ന് പറഞ്ഞതിൽ സൈഡ് വലിയ സന്തോഷമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത കൊടുക്കും. സംസാരിക്കുന്നതിനായി സൗജിമാമനെ ക്ഷണിക്കുന്നു. അപ്പൊ അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി അയന ചിറ്റയെ ക്ഷണിക്കുന്നു. സപ്തതിയും ഷഷ്ടിപൂർത്തിയും നവമി ആഘോഷിക്കുന്ന എല്ലാ അമ്മമാർക്കും ആശംസകൾ. നന്ദി. അതെ അതെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി, കൊച്ചുമക്കൾക്കടക്കം. മനുചാച്ചൻ, അയനച്ചിറ്റ, അമ്പിളിയപ്പച്ചി, സൗജിമാമന് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ്. അത് അവരെ ആദരിക്കുന്നതിനായി അമ്പാടി ചാച്ചൻ, പ്രതാപൻ ചാച്ചൻ,
बीट है पर कुड़िया दे नाल बहुत स्वीट है मुन्ना थोड़ा ऑफ बीट है पर कुड़िया दे नाल बहुत स्वीट है ढंगी सा ये बड़ा डीट है वायरल हो गया ये ट्वीट पर फूल फूल करने में फूल तू बड़ी तेज कटारी है शक्ल तेरी की लगन तेरी की हमने कर दी तैयारी है नच गए सारे നിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കരയ്ക്കുള്ളില് ചോര കൺമുയൽ ഇന്നു നീലത്തുരത്തില് നീർപ്പരപ്പിൻ നിഴലിടും അമ്പിളിക്കരയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പലെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലത്തുമായി താനെ വതിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊരുത്തുള്ളൊരാൾ ചെല്ലുമ്പും വെറ്റില ചെല്ലത്തിടും ഭൂമിയെ പടമുടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാൻ കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് Gonna get it तेरे हाथ कभी ना आने माने ना माने कोई दुनिया ये सारी मेरे इश्क की है दीवानी Hey you, I know you want it but you're never gonna get it तेरे हाथ कभी ना आने माने ना माने कोई दुनिया ये सारी मेरे इश्क की है दीवानी अभी दिल करता है हौले हौले से मैं तो खुद को गले लगाऊं किसी और की मुझको जरूरत क्या मैं तो खुद से प्यार लगाऊं
കൂട്ടിലെത്തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും കാണാനെന്താണ് പുലരെ മുത്ത് പുണർന്നും മലയായി നിന്നെ മാത്രം ഓർത്തിരുന്നേ കനവുകൾ കോർത്തെടുത്തേ കുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണാണ് അഴകെ ചങ്കുലും ചൊതവിരുന്തേ ഈ ഏറിക്കുണരാതെയുമെന്തേ നമ്മൾ രണ്ടും രണ്ടായും ലോകം ചിരില്ലേ ചിയാതി വിളക്ക് വിളക്ക് കൊളുത്തി നാടറിഞ്ഞു തലയ കെട്ടി കയ്യിൽ കയ്യിൽ കത്തും കണ്ട് കൂടെ കൂട്ടും ഞാൻ മഴവിൽ ചന്താമേ നീ എൻ സ്വന്തമേ തന്താനേ തന്താനേ താനോ തന്താനേ. ഇന്നത്തെ ഈ ദിവസം ശരിക്കും പ്രിയപ്പെട്ട പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു തവണ ആഘോഷിച്ചതാണ്. എനിക്ക് തന്നെ ഇവിടെ വന്ന് ഇത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എങ്കിൽ രണ്ട് കാര്യം എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. കുറച്ചധികം പേരുണ്ട് താരയമ്മ, അവരവരുടെയൊക്കെ സ്നേഹം ഞാൻ ഉൾപ്പെടെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നേ അതെല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രസിഡന്റും വാവതയുമാണത്. അത് പെട്ടെന്ന് അങ്ങനെ ആർക്കും കിട്ടില്ല ആ സ്നേഹം. അതിനകത്ത് രണ്ട് അനുഭവം ഞാൻ പറയാം. ഒരു തവണ അന്ന് ഞാനും ട്യൂട്ടോറിയം പഠിപ്പിക്കാം, ഞാനും ബാലാജി സാറും എല്ലാവരും. അപ്പോൾ വാവതയോട് ഞാനാണെങ്കിൽ ഒക്കേഷനിൽ ഇങ്ങനെ ഒരു ചായ കുടിച്ചോണ്ടിരിക്കുക ഒരു ഹോട്ടലിൽ. അപ്പോൾ ഞാനുണ്ട്, പേരെടുത്ത് പറയുന്നില്ല, എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട്, പാലാഴിയനുമായിട്ട് ബന്ധപ്പെട്ട 2-3 സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അന്ന് വാമതയെണ്ണം വന്നിട്ട് എന്റെ മാത്രം ചായയുടെ കാശ് വാമതെണ്ണം കൊടുത്തിട്ട് വേറെ ആരെയും കൊടുത്തില്ല. അപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചോദിച്ചു, ഞങ്ങളുടെ കാശ് എന്താ കൊടുക്കാഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സ്വതസിദ്ധമായ ശൈലി അവരെയൊക്കെ ഓടിച്ചിട്ട് ആളങ്ങ് പോയി. ആ സ്നേഹം എന്ന് പറയുന്നത് അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അറിയാം. അതറിയണം. ഞങ്ങളുടെ പ്രസിഡന്റ് അതിനകത്ത് റീസെന്റ് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഈ പ്രസിഡന്റിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ മക്കൾക്ക് അത് വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ കഴിയും, കുടുംബാംഗങ്ങൾക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ കഴിയും. ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഞാൻ പറയാം. ഞങ്ങള് നമ്മുടെ അമ്പലത്തിലേക്ക് കൃഷ്ണശില വേണമായിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഈ നാട്ടിൽ നമ്മുടെ അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്തവരോട് തിരക്കിയപ്പോൾ 20 ലക്ഷം 21 ലക്ഷം രൂപ ആവുമെന്ന് പറഞ്ഞു. നമുക്ക് അത്ര ഫണ്ടില്ല. അപ്പം ഞാനും പ്രിയപ്പെട്ട മനുവണ്ണൻ, അരുണ്, ശ്യാമളിയൻ, ഞങ്ങളെല്ലാവരും കൂടെ തമിഴ്നാട്ടിൽ ഇത് ഉണ്ടാക്കുന്നിടത്ത് പോയി ഒരു 8 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഞങ്ങളെല്ലാവരും കൂടെ 4 പേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ അമ്മ വിളിക്കും 3 നേരവും വിളിക്കും. അമ്മ വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് പ്രസിഡന്റ് വിളിക്കും. എല്ലാ ദിവസവും വിളിക്കും. 2 ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷവും ഞങ്ങൾ പോയി. ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല, ശരിക്കും പ്രസിഡന്റിന്റെ മുമ്പിൽ വെച്ച് ഇത് റിവീൽ ചെയ്യേണ്ടി വരുന്നതിൽ കുറ്റബോധമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പറയേണ്ടി വന്നത് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വന്നു. ഞങ്ങൾ 3 നേരം വിളിക്കും, മക്കളെ നിങ്ങൾ കഴിച്ചോ, മക്കളെ എന്തോ ആയിരിക്കും വിളിക്കും, നിങ്ങൾ കഴിച്ചോ. പുള്ളിയുടെ ഒരു ശൈലിയിൽ ചോദിക്കും, കഴിച്ചോ. അതിനകത്ത് എല്ലാം ഉണ്ടാവും. നിങ്ങൾ കഴിച്ചോ, വെള്ളം കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, നിങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടായി, പെരിയെ പോകണം, കൂടെ വന്നവരുടെ സാഹചര്യം, മിക്കവാറും എന്നെ ആയിരിക്കും വിളിക്കുന്നത്, കൂടെ വന്നവരെങ്ങനെയുണ്ട്, അവർ ഓക്കെ ആണോ. അത് ഒരു തവണ എന്നെ വിളിക്കുന്നത്, 3 തവണയും. മിനിമയ്ക്ക് ഒരു പക്ഷേ അത് മനസ്സിലാവുമായിരിക്കും. വിളിക്കും, 3 തവണയും വിളിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേ അറപ്പാണ്ടപ്പാണെങ്കിലും ഇവരുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്ക് അവരെക്കാളും മനസ്സിലാവുന്നു. ഈ അവസരത്തിലെങ്കിലും എനിക്കത് തുറന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നീട് ഒരു അവസരം എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും നമ്മുടെ പ്രിയങ്കരായ പ്രസിഡന്റിനും സഹോദരങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കരയോത്തിന്റെ പേരിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതിന്റെ കൂടെ ഒരു കാര്യം സൂചിപ്പിക്കാം. പപ്പ ഇപ്പൊ ദുബായിൽ വന്നിരുന്നല്ലോ. ദുബായിൽ വന്നപ്പോ എപ്പോഴും ഇരുന്നിട്ട് പപ്പയ്ക്ക് അവിടെ സിം എടുത്തിട്ടില്ല, വിസിറ്റിങ്ങിനായതുകൊണ്ട്. പപ്പ എപ്പോഴും കോളിലാണ്. അപ്പൊ ഞങ്ങൾ എനിക്ക് ഇത് ആരാണ് ഈ വിളിക്കുന്നത്? അപ്പൊ ബോട്ട് ടീമിൽ വിളിക്കാൻ പറ്റുമല്ലോ. അപ്പ വിളിക്കുന്നത് നമ്മുടെ പ്രസാദാണ്, കരിമ്പില് അനീഷ്. ഇവർ 2 പേരുമായിട്ടും 10 മിനിറ്റ് കൂടെ
അപ്പൊ ഇപ്പൊ അനീഷ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരിക്കുക. അതുപോലെ നമ്മുടെ പ്രസാദ് കരിമില്ല കക്ഷി ഇപ്പൊ ദുബായിലുണ്ട്. അപ്പൊ കമ്മിറ്റി അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വന്നിട്ട് ഇങ്ങനെ അപ്പൊ എപ്പോഴും വിളിക്കാറുണ്ട് അവര്. അത് നമ്മളത് അന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിന്റെ തോളിലും നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല. തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പപ്പൂവൊന്നു പറിച്ചിടുവാൻ നാലുകാൽ നാട്ടിയൊരോലപ്പുര കെട്ടി കഞ്ഞി വച്ചിടുവാൻ നേരമില്ല. നെല്ലി മരത്തിലേക്കാനൊന്നെറിയുവാൻ കല്ലെടുത്താലമ്മ കണ്ണുരുട്ടും. ഊഞ്ഞാലു കെട്ടാൻ തുടങ്ങിയാലമ്മയെ തുടയിലടിക്കുവാൻ ഓടിയെത്തും. ഒരു തുള്ളി പുതുമഴ എങ്ങാനും കൊള്ളുക ഒരുപാട് ചീത്ത പറയും അച്ഛൻ. അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുകയിൽ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു. മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല, മണ്ണിരയെ ഒന്ന് തൊട്ടുകൂടാ. കുയിൽപ്പാട്ടു നേരം മധുമൊഴി ചൊല്ലുവാൻ അണ്ണാനോടൊത്തു ചിലച്ചിടുവാൻ ആമ്പലിൻ പുഞ്ചിരി കണ്ടു രസിക്കുവാൻ മീനുകളോടൊന്നു മിണ്ടിടുവാൻ കുയിൽപ്പാട്ടു നേരം മധുമൊഴി ചൊല്ലുവാൻ പാടത്തു പോയൊന്നു പട്ടം പറപ്പിക്കാൻ പാട്ടൊന്നും പാടുവാൻ പാടില്ലത്രേ. ആറ്റിലിറങ്ങുവാൻ കുളിരൊന്നറിയുവാൻ കോളങ്ങളിൽ ചെന്ന് തുടികൊട്ടുവാൻ പുഴയുടെ തീരത്ത് പൂഴി മണലിൽ പൂത്താങ്കിരി കളി പാടില്ലത്രേ. കണ്ണുരൊട്ടിക്കാട്ടും അമ്മയുണ്ടുണ്ണിക്ക് മീശ വിറപ്പിക്കും അച്ഛനുണ്ട്. ഉണ്ണിക്ക് നക്ഷത്രം എണ്ണുവാൻ നേരമില്ല, ഉണ്ണിക്ക് നാവിനു നേരമില്ല. ഉണ്ണിയുടെ കയ്യിലെ പാവയോടൊത്തൊന്നു കൊഞ്ചി പറയുവാൻ നേരമില്ല. ഉണ്ണി സ്വയം ഒരു പാവയായി മാറിയിട്ടാടണം പാടണം തുള്ളണം പോൽ നേരമില്ല. ഉണ്ണിക്ക് നേരമില്ല, നേരെ ഇരിക്കുവാൻ നേരമില്ല. മറ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എന്നെ ആകർഷിച്ചത് നമ്മുടെ മൈക്ക് കൈകാര്യം ചെയ്ത ബിനീഷ് ദേവന്റെ ആ ഒരു പെർഫോമൻസാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദ ഗാംഭീര്യം നമ്മളെല്ലാം പ്രകമ്പനം കൊള്ളിച്ചു. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആയിരാരോഗ്യ ആശീർവാദങ്ങൾ. ചുരുക്കം എനിക്കറിയാവുന്ന ഒരു കാര്യം മാത്രം ചെയ്യാം. സംസ്വമിതവസ്യേ വിശ്വാന്യര്യ ഇളസ്പദേ സമഞ്ജുസേ സനോപശൂന്യാവരഃ സംഗച്ഛദ്ധം സംവദദ്ധം സംബോധനാം സ്യാനദ ദേവാഭാഗം തഥാ പൂർവേ സഞ്ജാനാനാഭാസതേ സമാനോ മന്ത്രഃ സമേതി സമാനി സമാനം മനസ്സക ചിത്തമേഷാൽ സമാനം മന്ത്രമിമന്ത്രേ വസുമാനേന ഉഷാജുഹോമി സമാനീ വാഹോദേ സമാന ഹൃദയാനി വാ സമാന വസ്തു മനോവിധാവ്യസുസഹാസതി. ഏവർക്കും ആയുരാരോഗ്യ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. ആയുഷ്മാൻ ഭവ. അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരി, ഒരു വെള്ളരി ഏത് തരത്തിലാണോ അത് പിടിക്കുന്നത്, അത് മുട്ടായി, അത് കായായി,
അത് ഞെട്ടിൽ നിന്ന് അതിനാവശ്യമായ സമയത്ത് അത് അടർന്നു മാറുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതം അടർന്നു മാറട്ടെ. എന്ന് വെച്ചാൽ ജനിച്ച് വളർന്ന് നമ്മൾ മൃത്യുവിലേക്ക് സ്വമേധയാ മാറട്ടെ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഞാനിങ്ങനെ ഈ ക്ലാസിക്കൽ അല്ലാതെ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ശീലമില്ല. ഇപ്പം തട്ടിക്കൂട്ടിയതാണ്. 2 വരി ഒരു സിനിമാ പാട്ടാണ്. നോക്കാം, ശ്രമിക്കാം. പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സിനിമാ പാട്ടൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ ചെയ്യുന്നത് സിനിമാ പാട്ട്. ശരി, ഒന്ന് നോക്കാം. അമ്മാളുമാണ് പാടുന്നത്. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയോ അണിയോ അഭിലാഷ പൗർണമി അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൗർണമി. ഞാൻ ഡാൻസ് എന്ന് പറയാനൊന്നും ഒന്നുമില്ല. പിള്ളേരുടെ ഒരു മോഹം എൻ്റെ 2 ചുവട് കാണണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കൈയെത്തുന്നിടത്ത് കാലെത്തത്തില്ല, മനസ്സ് എങ്ങും ചെയ്യത്തില്ല. എല്ലാം ചുമ്മാ ഒന്ന് ഇവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം. ഒന്നും പേടിപ്പിക്കണ്ട, ഞാൻ പഠിപ്പിച്ച അതേപോലെ പഠിച്ച. ടെസ്റ്റ് നമ്പർ 33, ഫസ്റ്റ് കോൾ. തങ്ക
സാധനം കേട്ടോ.